വേതന മാത്രമേ ഉള്ളൂ അംഗൻവാടി ജീവനക്കാർക്ക്. ഞങ്ങളുടെ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞങ്ങളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് ഞങ്ങളുടെ വേതന വർധനവ് നടപ്പിൽ വരുത്തുക. ഞങ്ങൾ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ സർക്കാരിനോട്, അല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇന്ന് പണ്ടുള്ള കാലമാണ്. അംഗൻവാടി നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലാണ്. അതെ, അംഗൻവാടി നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തുച്ഛമായി കിട്ടുന്ന ഈ 12,500 രൂപയിൽ നിന്നാണ് ഞങ്ങൾ വാടക കൊടുക്കുന്നു, വാട്ടർ ബില്ല് അടയ്ക്കുന്നു, കറണ്ട് ചാർജ് അടയ്ക്കുന്നു, ഗ്യാസ് എടുക്കുന്നു, ഇവർക്ക് പച്ചക്കറി ഇതൊക്കെ വാങ്ങിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ വേറൊരു സമയത്ത് 3-4 മാസം കഴിയുമ്പോഴേ നമുക്കത് മാറി കിട്ടത്തുള്ളൂ. അപ്പൊ ഒരുപാട് ത്യാഗം ഞങ്ങൾ അംഗൻവാടി കിടന്ന് അനുഭവിക്കുന്നു. സമരം 3 ദിവസം പിന്നിടുകയാണ്. ഇനിയും കുറെ ദിവസം അപ്പുറത്ത് ഏതാണ്ട് 40ാമത്തെ ദിവസത്തിലേക്ക് ആശാപ്രവർത്തകർ സമരം എത്തി. അതുപോലെ സമരം ഇരിക്കേണ്ടി വരുമോ? എടുക്കേണ്ടി വരും. ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്മാറത്തോളൂ. ഞങ്ങളുടെ റിട്ടയർഡായ വ്യക്തികൾക്ക് ഇന്ന് വരെ പെൻഷൻ ഇല്ല സാർ. 7 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? 7 മാസം കൊണ്ട് അവര് കിടന്ന് കണ്ണീര് പിടിക്കുക. ആ ദുഃഖം ആര് കാണും? കരയുവാണ്. അവർക്ക് ജീവിതം വളരെ ഒരു മരുന്ന് വാങ്ങിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. അത്ര സാഹസപ്പെട്ട ജീവിതമാണ്. ഈ ദുഷ്കരമായ ഒരു അവസ്ഥ സർക്കാരിന് കണ്ടുകൂടെ? ഇതെന്താണ് സാർ? ഞങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി? എന്ത് വേണ്ടി കഷ്ടപ്പെടുന്നത്? എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇതിന് നീതി വരുന്നില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 21,000 രൂപയെന്ന് പറയുന്നത് ഇന്ന് ഓരോ കാര്യം, ഇന്ന് 1 കിലോ അരിക്ക് എത്ര രൂപയുണ്ട്? 62 രൂപയുണ്ട്. പണ്ടാണെങ്കിൽ 10-25 രൂപ കൊടുക്കുമ്പോൾ 1 കിലോ അരി കിട്ടും. ആ സാഹചര്യം എല്ലാം മാറി ഇന്ന് 62 രൂപയുണ്ട്. ഈ 10,000 രൂപയുടെ വേതനം